അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് മത്തനാണ് എടുത്തിട്ടുള്ളത്. ഈ മത്തൻ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ മത്തൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ റെസിപ്പി മത്തൻ വെച്ചിട്ടുള്ളതല്ല. നമ്മൾ സാധാരണ മത്തൻ വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ മത്തന്റെ ഉള്ളിലുള്ള ഈ ഒരു സംഭവം, ഇതിന്റെ കുരുവും ആ ഒരു പൾപ്പ് നാര് പോലുള്ള സംഭവവും നമ്മൾ കളയാറാണ് പതിവ്. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു നാര് പോലുള്ള ആ ഒരു പൾപ്പും നമുക്ക് ഈ കുരു നമുക്ക് എടുത്തു മാറ്റാം ഈ മത്തനിൽ നിന്ന്. അപ്പോൾ മത്തൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരുവും ആ നാര് പോലുള്ള സംഭവമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ മത്തൻ നമുക്ക് ഈ റെസിപ്പിയിൽ ആവശ്യമില്ല. മത്തൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിഷസ് ഒക്കെ തയ്യാറാക്കാൻ പറ്റും. പക്ഷെ മത്തൻ്റെ കുരുവും ആ ഒരു നാര് പോലുള്ള സംഭവം വെച്ചിട്ട് നമ്മൾ കളയാറാണ് പതിവ്. അത് വെച്ചിട്ട് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ മത്തൻ്റെ ഉള്ളിലുള്ള ആ കുരുവും ഇതുപോലെ നാര് പോലുള്ള സംഭവവും സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. മത്തന്റെ ആ കുരുവും നാര് പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കളയാറാണ് പതിവ്. ഇനി കളയേണ്ട ആവശ്യമില്ല. മത്തന്റെ കുരുവിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാനും, അതുപോലെ ചർമ്മം നല്ല തിളക്കമുള്ളതാക്കി വെക്കാനും, ഭാരം കുറയ്ക്കാനും, ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും, നല്ല ദഹനം കിട്ടാനും, അതുപോലെ തന്നെ മലബന്ധം കുറയ്ക്കുവാനും, കണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിച്ച് കാഴ്ച ശക്തി കൂട്ടാനും ഒക്കെ നല്ലതാണ് ഈ മത്തന്റെ കുരു. പിന്നെ സ്ട്രെസ് ഒക്കെ കുറച്ച് നല്ല ഉറക്കം കിട്ടാനും, അസ്ഥികൾക്ക് നല്ല ബലം കിട്ടാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ മത്തന്റെ വിത്തിൽ. പണ്ടൊക്കെ മത്തന്റെ വിത്ത് കളയാറാണ് പതിവ്. പക്ഷേ ഇന്ന് മത്തന്റെ വിത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കടയിലോ അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഉണങ്ങിയ ആ മത്തന്റെ വിത്ത് നമ്മൾ കുറച്ച് ഡെയിലി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പൊ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് എണ്ണ മതിയാവും. അപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 5 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഇത് എരിവുള്ള വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ എരിവില്ലാത്ത കശ്മീരി മുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതും ഒരു 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലുപ്പമുള്ള കശ്മീരി വറ്റൽ മുളകാണ്. 2ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വയന്ന് വരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് ആണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം എടുക്കാം. എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ അതിന് എരിവിനനുസരിച്ചിട്ട് വറ്റൽ മുളക് എടുക്കാം. ഇപ്പം കാശ്മീരി മുളക് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 12 കാശ്മീരി മുളക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ വറ്റൽ മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഞാനിവിടെ ചെറിയ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി സവാള വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി മാത്രം എടുത്താൽ മതിയാവും. ഒരു 12ഓ 13ഓ ചെറിയ ഉള്ളി എടുത്താൽ മതി. ഇനി ചെറിയ ഉള്ളി എല്ലാം ഒന്ന് വയന്ന് വരണം. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ സവാളയും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. സവാളയും ഉള്ളിയും ഒരു ഗോൾഡൻ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വയന്ന് വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ്. ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചി വേണ്ടാന്നുണ്ടെങ്കിൽ ഇഞ്ചി ഒഴിവാക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2ഉം കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഉഴുന്നിൻ്റെ ആ നിറമൊക്കെ മാറി വറ്റൽമുളകൊക്കെ മൂത്ത് ഉള്ളിയും സവാളൊക്കെ വയന്ന് എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. 2ആയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അധികം വലിയ എരിവൊന്നുമില്ല. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്താൽ മതി. ഇനി പച്ചമുളക് 2ആയിട്ട് മുറിച്ചത് ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, എരിവ് നോക്കിയിട്ട് വേണം, അവരവരുടെ എരിവിന് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ വറ്റൽ മുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിൽ കൂടുന്നത്.
ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മത്തൻ്റെ ആ കുരുവും നാരും ഒക്കെ അടങ്ങിയ ആ പൾപ്പില്ലേ, അതെല്ലാം കൂടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. മത്തൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വയന്ന് വരണം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. ദോശ, ഇഡ്ഡലി, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം, ഇഡ്ഡലി, ദോശ അതിൻ്റെ കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പം ഇനി നമ്മൾ മത്തനൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പൾപ്പും കുരുവൊന്നും കളയരുത്. ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മാത്രം, മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില വേണ്ടാന്നുള്ളവർക്ക് മല്ലിയില ഒഴിവാക്കിയിട്ട് നമ്മൾ കറിവേപ്പില ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്തിട്ടാണ് ഇത് ചെയ്യാറ്. അപ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മല്ലിയില വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റിൽ നമുക്ക് ഉപ്പ് കുറവുള്ളത് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറട്ടെ. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളകില്ല, മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കായപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ഇതാ മാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ വയറ്റി എടുത്തതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ ഇതൊന്ന് നല്ലോണം അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ കുരുവെല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിത് തയ്യാറാക്കി വരുമ്പോൾ കുറച്ചേ കാണുള്ളൂ. അപ്പം നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ദോശ, ചപ്പാത്തി, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. നിങ്ങൾ ഇനി മത്തം വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊന്നും കളയാതെ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് 2 ദിവസം നമുക്ക് പുറത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമ്മൾ ഇതിലെല്ലാം വയറ്റിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you.